വീട്ടിൽ നിന്നാൽ അങ്ങനെ ആശ വരും. അതുകൊണ്ട് ഞങ്ങളുടെ ആശ തീർക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, കവർ കാണാൻ വേണ്ടി പോയി. കവർ കാണാൻ വേണ്ടി വഞ്ചിയൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ വേറെ ഐലൻഡിൽ പോയി. അവിടെ നിയറസ്റ്റുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഇങ്ങനെ പോയാലും ഒരു 10 മണിക്കാണ് പോയത്. ഒരു 12 മണി തിരിച്ചു വരാൻ നമ്മൾ പ്രതീക്ഷയിലാണ് നമ്മൾ പോയത്. പോയി നോക്കിയപ്പോൾ അവിടെ ഒരു വരി തന്നെ ഉണ്ടായിരുന്നു. നിറയെ ആളുകളായിരുന്നു വെയിറ്റിലുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ അകത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ കാക്കിംഗ് ബോട്ടിൽ വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ. സോ ഓരോരുത്തർ ഓരോ ടീം പോയിട്ട് അടുത്ത ടീമിന് പോകാനുള്ള നിർവാഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്തു. വേറെ ഒന്നും ചെയ്യല്ല. ഏതായാലും നമ്മൾ വഞ്ചിയൊക്കെ കടന്ന് ഇപ്പുറത്തെത്തി. അപ്പം കണ്ടിട്ടേ പോകുള്ളൂ എന്ന് തന്നെ വിചാരിച്ചു. കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. അതിനിടയിൽ ചിലർ മാനം നോക്കുന്നുണ്ടായിരുന്നു, ചിലർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, ചിലർ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അവിടെ നമ്മളെ മാനം നോക്കി അപ്പനും കടന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തി. സോ ഒരു ടീമിൻ്റെ അവസ്ഥയാണിത്. അവരാകെ പേടിച്ച് മണ്ണ് കപ്പിട്ടാണ് നിൽക്കുന്നത്. കാരണം ഫർസാൻ ആദ്യമായിട്ടാണ് കാക്കിങ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പേടിയിലോളും ഓളെ കൊണ്ടുപോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഓൾ ഹസ്ബൻഡും എന്താല്ലേ സ്നേഹമാണ്. ഞാനില്ലേ മോൾസേ എന്തിനാ പേടിക്കുന്നത് എന്നാണ് ചേർക്ക് പറഞ്ഞത്. ഫർസാന മുണ്ടാതിരുന്നോ, എൻ്റെ ഐഡിയ പോയി നല്ല മൂടായി പോയി. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് വെക്കുമ്പോഴാണ് മറ്റാളിങ്ങനെ സമാധാനിക്കണം, ചിരിപ്പിക്കണം. മറ്റാൾക്ക് ഇങ്ങനെ ഈ കുഴി കൊണ്ട് ചാടിക്കാൻ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണത്. ഇത്ര കയ്യിലുള്ളൊരു ഇഷ്ടമുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സോ നെക്സ്റ്റ് ടീം വിശക്കണോ, ഇതൊന്ന് പോയി വന്നിട്ട് വേണം എന്തെങ്കിലും തിന്നണം എന്നുള്ള മൂടാണ്. സോ രണ്ട് ഐറ്റാണ്. ഒന്നും പറഞ്ഞ കാര്യമില്ല. എപ്പോൾ എൻ്റെ കൂടെ വേറെ ആൾക്കാരും ഇങ്ങനെയൊക്കെ ഓരോ വൈബിൾ ആൾക്കാരാണ്. സോ ഒരു ടീം ഇതുവരെ അതിൽ ഇറങ്ങി വീണ് മുങ്ങിപ്പൊന്തി എന്താ കാട്ടാന്നിരുന്നു. ഇപ്പോൾ മുങ്ങിപ്പൊന്താൻ നേരത്തെ വിസിൽ അടിക്കണം, വിസിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത ടെൻഷൻ. സോ കാവടി തുള്ളി രണ്ടാൾ പോകുന്നുണ്ട്, എന്താവും എനിക്കറിയില്ല. സോ ഫസ്റ്റ് ടീം ചിലപ്പോൾ ഓൾ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ തൊയ്യലിട്ടോ, ഇങ്ങനെ തന്നെ തൊയ്യാണ്, എനിക്ക് പേടിയാണ്, തൊയ്ഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴും എന്നുള്ള പേടി. കുഴപ്പമില്ല മുറിച്ച് ഞാനുണ്ടല്ലോ, ഒക്കെ ഞാൻ ഹാൻഡ് ചെയ്ത് തരാനുള്ള മുട്ടിലായിരുന്നു മുപ്പേ. ഇനി കൊന്നാലും ഞാൻ മുളമ്പ് വിടില്ലെന്ന് പറഞ്ഞിട്ട് ഫർസാനി സാധിക്കും. അങ്ങനെ ലാസ്റ്റ് അവർ ഇറങ്ങി എന്ന് പറയുന്നതല്ല, അവരെ ഇറക്കി. അങ്ങനെ അവർ ഓഹി ഓഹിയൊക്കെ പറഞ്ഞ് പോകുന്നതായിരുന്നു. സോ നെക്സ്റ്റ് നമ്മുടെ ടീമാണ് ഇറങ്ങാൻ പോകുന്നത് ഗായ്സ്.